വെൽക്കം ടു ഫുഡ് അഡിക്ട്സ് ബൈ നീതു. കുറേ ദിവസമായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ട് വീട്ടിൽ ഊണ് കഴിക്കണേ. ഓരോ ദിവസം ഇങ്ങനെ ഓരോരോ പണിയായിട്ട് പോവാണ്. മിക്കവാറും ചിലപ്പോൾ ഇവിടെ ഉണ്ടാവില്ല, ചിലപ്പോൾ പുറത്തുനിന്നായിരിക്കും കഴിക്കണേ. ഞാൻ എടുത്തു വെച്ചു, പക്ഷെ എഡിറ്റ് ചെയ്യാനുള്ള ആ ഒരു മടി കൊണ്ട് പോസ്റ്റ് ചെയ്യാതിരുന്നതാണ്. അപ്പം ഇന്ന് ഉത്രാട സദ്യയാണ്. ഇത് മൊത്തം കുക്ക് ചെയ്ത പ്രഭാവയാണ്. ഞാനിതിലൊരു കറിവേപ്പില പോലും പൊടിച്ചിട്ടിട്ടില്ല. ഫുൾ കുക്കിംഗ് അമ്മയുടെയാണ്. അപ്പം നമുക്ക് വിളമ്പിയാലോ. അപ്പം ആദ്യം തന്നെ നമുക്ക് നമ്മുടെ 50% തവിടുള്ള നല്ല കുത്തരി ചോറ്, അപ്പം അതെടുത്തിട്ടുണ്ട്. പിന്നെ പുളിയിഞ്ചിയൊക്കെ ഇല്ലേ, റേഷൻ ആകുമ്പോൾ തരുന്നില്ല കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് പ്രഭാമയുടെ പുളിയിഞ്ചി. അപ്പോൾ ഇത്തിരി തന്നോളൂ. എന്നിട്ട് കുപ്പി എടുത്ത് അമ്മ ഒളിപ്പിച്ച് വെച്ചു. ഞാനങ്ങനെ പുളി കഴിച്ച പിത്തം വരുന്നൊക്കെ പറഞ്ഞ് വെറുതെ പറ്റിക്കാൻ. ഇത് നാരങ്ങ, ഇതും അമ്മ തന്നെ ഉണ്ടാക്കിയതാണ്. കിട്ടുന്ന അച്ചാറാണ് കേട്ടോ. അച്ചാർ സ്പെഷ്യലിസ്റ്റാണ് എൻ്റെ അമ്മ. അപ്പോൾ പുളിയിഞ്ചി നാരങ്ങ വെച്ചു. ഇനി നമുക്ക് ഇത് കുറച്ച് അവിയലിൽ എന്താ ഈ കളർ വന്നേ? കറുത്തിരിക്കണം എന്താ? പുളി പിഴിഞ്ഞ് ഒഴിച്ചുകൊണ്ടാണ് ഈ കളർ വന്നത്. അല്ലെങ്കിൽ അമ്മ തകർത്താനെ കഴിക്കാൻ ഇറങ്ങി പൊക്കോളാൻ പറയും. ഇനി നമ്മുടെ കട്ടത്തൈര് ലൈഫ് സേവർ, പുതിയ പാക്കറ്റ് ഞാൻ അങ്ങ് പൊട്ടിച്ചോളൂ കേട്ടോ. ആഹാ, എനിക്ക് ചെറിയ കോളിലൊക്കെ ഉണ്ട്, എന്നിട്ട് തൈര് എടുക്കുക. പപ്പടം ഉണ്ട്. ഞാനിപ്പോൾ പായസം എടുത്തൊഴിച്ചേന്, നമ്മുടെ പരിപ്പ് പായസം. എന്നോട് ഒരുപാട് പേര് പറഞ്ഞോട്ടെ ഇത് കണ്ടപ്പോൾ വായിന്ന് വെള്ളം വന്നു എന്നൊക്കെ. പരിപ്പ് പായസം കുടിക്കാൻ വന്നിന്നൊക്കെ. വളരെ ഈസിയാണ്, ഉണ്ടാക്കി നോക്കണം. നാളെ നമുക്ക് സേമിയ പായസമാണ്, അത് ഈ ഉണ്ണി ഉണ്ടാക്കും. ഇന്ന് പരിപ്പ് പായസം അമ്മ ഉണ്ടാക്കിയതാണേ. പിന്നെ അതേ സാമ്പാറുണ്ട്. ഇന്ന് രാവിലെ ഇവിടെ ഇഡ്ഡലി സാമ്പാറായിരുന്നു, ഞാൻ കഴിച്ചില്ല. ഞാൻ പുറത്ത് പോയിട്ട് വട്ടക്കൊന്ന് പുട്ടും കടലയും മുട്ടക്കറിയും പിന്നെ ഒരു മുട്ട ഒഴിഞ്ഞതും ചായയൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. അതേ പ്ലേറ്റ് നോക്കി നല്ല ഭംഗിയില്ലേ ഉത്തരാട സദ്യ. ശരിക്കും ഇല വെട്ടിയാറുണ്ട്. ഇലയുടെ ഭാവത്ത് നമ്മളിപ്പോൾ പ്ലേറ്റിലൊക്കെ വിളമ്പി ഇറങ്ങുന്നത്. ഇലയൊക്കെ നാളത്തേക്ക് വെട്ടി വെച്ചു. പിന്നെ നാളെ രാവിലെ പൂജയ്ക്കൊക്കെ വേണ്ടേ, അപ്പോൾ അതിനൊക്കെ വെട്ടി വെച്ചു. ഇനി പപ്പടവും പഴവും പായസവും പപ്പടവും ഇവിടെ വേറെ ഇരിക്കുന്നുണ്ട്. അത് ലാസ്റ്റ് കാണിച്ചു തരാം. നമുക്ക് ആദ്യം ഇത് അങ്ങ് കൊണ്ടുവിടങ്ങാം കേട്ടോ. ചെറിയ കോൾഡായി. ചക്കരട്ടിയും കായ എനിക്ക് നല്ല കോൾഡായിട്ടോ. എല്ലാവർക്കും പനിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ അവിടെ നിന്ന് ഞാൻ കിട്ടിയാണെന്നറിയില്ല. രാവിലെ തൃപ്പൂണിത്തുറ മാർക്കറ്റിലൊക്കെ ആയിരുന്നു. അപ്പം അത് അവിയലും നാരങ്ങച്ചാറും പുളിയിഞ്ചിയും പപ്പടവും സാമ്പാറും ഒക്കെ അവിടെ കൂട്ടിയിട്ട് ശരിക്കും സദ്യ ടേസ്റ്റ്. கொஞ்சம் ടേസ്റ്റാണ്. പുളിയിഞ്ചിയും നാരങ്ങയും സാമ്പാറും കൂട്ടുമ്പോൾ തന്നെ സദ്യ ടേസ്റ്റായി. ഇത് മുളകാണോ അച്ചിങ്ങയാണോ? എൻ്റെ അമ്മയ്ക്ക് പ്രത്യേകത ഉണ്ട്. എന്തരിയണോ അതേ ഷേപ്പിൽ മുളക് അരിയിടും. കടിച്ച് ഞാൻ പറയും നോക്കി കഴിക്കണ്ടേ അമ്മൂന്ന്. ഞാനേ ഇത് കഴിക്കട്ടെ. പായസം കഴിക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. കോൾഡായിട്ട് മൂക്കൊലിക്കണം. അപ്പം ഫുള്ള് കഴിച്ചു. ഭയങ്കര സ്വാദുള്ള സദ്യയായിരുന്നു. ഇത് കണ്ടോ, എൻ്റെ പ്ലേറ്റ് കണ്ടറിയാലോ. ആകെ മുരിങ്ങക്കോലി മാത്രം ബാക്കിയില്ല. ഇത് കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പം നമുക്കിനി പരിപ്പ് പായസം. ഇതിപ്പോൾ ഞാൻ അമ്മോട് കൊഞ്ചി അമ്മ അപ്പം ഉണ്ടാക്കി തരും. ഈശ്വരാ ഭഗവാനെ, അമ്മയുടെ കാലിലൊരു മുള്ളു പോലും കുത്തല്ലേ. ചീത്ത കിട്ടല്ലേ. പക്ഷെ അച്ഛനോട് പറഞ്ഞ അച്ഛൻ ഉണ്ടാക്കി തരും കേട്ടോ. പണ്ട് നമുക്ക് സദ്യയൊക്കെ വരുമ്പോൾ സമയത്ത് പായസം വെച്ചിരുന്ന അച്ഛനായിരുന്നു. ഓട്ടുരുളിയിൽ അടുപ്പിലുണ്ടാക്കി തരുമായിരുന്നു. അപ്പം അച്ഛൻ വെച്ചിരുന്നില്ല, ഇപ്പം ഞാൻ സിനിമ. അപ്പോൾ പഴമുണ്ട്, ദേ പപ്പടമുണ്ട്. അമ്മ ഇതൊക്കെ ഒന്ന് കറുത്തിരിക്കണേ. നമുക്ക് പപ്പടവും പഴവും പായസവും കൂടെ. ഈ പഴം അത്രയ്ക്ക് അങ്ങോട്ട് പഴുത്തിട്ടില്ല. എനിക്കധികം പഴുത്ത പഴം ഇഷ്ടമല്ല, എനിക്ക് ഇങ്ങനത്തെ പഴമാണ് ഇഷ്ടം. ഇൻ മൈ ഡിഫൻസ് ഞാൻ ആകെ അണ്ടിപ്പരിപ്പ് എടുത്തോളൂ, ഞാൻ മുന്തിരി തൊട്ടിട്ടില്ല. ഇപ്പൊ മനസ്സിലായാലോ കഴിച്ച ആളെ. അമ്മ പറഞ്ഞേ കഴിക്കട്ടെ. ഇത് മധുരം കൊള്ളാം. അത് കുഴപ്പമില്ല. ആ സമയത്ത് ശർക്കര ഡിഫറൻസ് ആട്ടോ. അതിൻ്റെയാണ് 5 നല്ല മധുരം കുറവായിരുന്നു. മധുരം കുടിപ്പോയി. അപ്പം ഞാൻ കഴിച്ചു തീർക്കട്ടെ. എല്ലാവർക്കും ഉത്രാട ദിന ആശംസകൾ. അപ്പോൾ ഹാപ്പി വേണം. ബൈ.